بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ബൈളാവി 16-ാമത്തെ പാഠമാണ് ഇൻഷാ അള്ളാഹ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ ഇയ്യാക്കയിലെ ഇയ്യയെ പറ്റിയും അതുപോലെ തന്നെ ഇസ്തിആനത്ത് അത് രണ്ട് വിധമുണ്ട്, ലറൂറിയും വൈറു ലറൂറിയും. ലറൂറിയിൽ തക്ലീഫ് സഹിയാകും, ലറൂറിയാതയിൽ ഫീല് കൊണ്ടുള്ളതായ തക്ലീഫ് സഹിയാകും, ലറൂറിയാത്തയിൽ ഫീല് കൊണ്ടുള്ളതായ തക്ലീഫ് സഹിയല്ല എന്നൊക്കെ നമ്മൾ അവിടെ പ്രതിപാദിച്ചു. ഇനി നമുക്ക് പ്രതിപാദിക്കുന്നത് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിനകത്തുള്ള ദമീനെ പറ്റിയാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അലി സയ്യിദിനാ മുഹമ്മദ്. ഇനി വല്ലമീറുൽ മുസ്തഖിന്നു, മുസ്തഖിന്നായ ലമീർ ഇയ്യാക നിനക്ക്, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ നഅ്ബുദു എന്ന് പറഞ്ഞതിനകത്തുള്ള ലമീർ അത് എന്തിലേക്കാണ് മടങ്ങുന്നത്? അത് മുസ്തഖിന്നാണല്ലോ. ആ ലമീർ എന്താണ്? എന്താണ്? അപ്പം വല്ലമീറുൽ മുസ്തഖിന്നു ഫിൽ ഫിഇലൈനി, ഈ രണ്ട് ഫീലിനകത്തുമുള്ള മുസ്തഖിനായ മറഞ്ഞതായ ലമീർ, മുസ്തഖിൻ വെച്ചാൽ മറഞ്ഞ ലമീർ, ആ മുസ്തഖിനായ ലമീർ ലിൽ ഖാരി ഓത്തുകാരനേക്കാണ്. ഇയ്യാക നിനക്ക്, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഖിറാഅത്ത് നടത്തുന്ന വ്യക്തിയാണ് ഈ നഅ്ബുദു എന്ന് പറഞ്ഞതിനകത്തുള്ള ലമീർ. നസ്തഈൻ ലമീർ അമലിലേക്കാണ് മടങ്ങുന്നത്. അപ്പം ലമീറുൽ മുസ്തഖിന്നു, മുസ്തഖിൻ്റെ ലമീർ ഫീലിൽ രണ്ട് ഫിൽ ഖാരി ഓത്തുകാരനിലേക്കുള്ളതാണ്. തന്നെയുമല്ല അവൻ മാത്രമല്ല വമൻ മഅഹു അവൻ്റെ കൂടെയുള്ളവരും, അവൻ്റെ കൂടെ ഇപ്പോൾ ഇമാമാണെങ്കിലും മൊമ്മാണെങ്കിലും അവൻ്റെ കൂടെ വേറെ ആളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും ഉള്ളതാകുന്നു. ഇനി അത് ആരൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലോ, ഒറ്റക്ക് നിൽക്കാൻ ഓൻ്റെ കൂടെയുണ്ട് ആൾ, അതാണ് മിനൽ ഹാഫളത്തിൻ്റെ മലക്കുകൾ, നമ്മൾ കാക്കുന്ന കുറച്ച് മലക്കുകളുണ്ട്. റക്കീബത്തീത് ഏതാറുണ്ടാവുമല്ലോ, പിന്നെ ഹഫളത്തിൻ്റെ മലക്കുകൾ വേറെയുണ്ട്. അവരൊക്കെ നമ്മോട് കൂടി നിസ്കാരത്തിനും ഭാഗത്തിനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കാരം അല്ലാത്ത പോകുകയാണെങ്കിൽ നമ്മുടെ കൂടെ അവരുണ്ട്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവരൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ മാത്രമല്ല, വ്യക്തി മാത്രമല്ല. അതാണ് മമ്മൻ മഅഹു അവൻ്റെ കൂടെയുള്ളവർ, മിനൽ ഹഫളത്തിൻ്റെ മലക്കുകൾ, ഹാദിരി സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരത്തിന് ജമാഅത്തായുള്ള നിസ്കാരം ഹാജരായ എല്ലാവരും, ഇവരെയൊക്കെ അവൻ ഉൾപ്പെട്ടിട്ടാണ് നസ്തഈനു, ഒറ്റക്ക് ഇയ്യാക അഅ്ബുദു വ ഇയ്യാക അസ്തഈനു എന്നല്ല പറഞ്ഞത്, അവിടെ ജമ്മാക്കിക്കൊണ്ട് പറയാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചു. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് പാഠം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ജംആയിക്കൊണ്ട്, സംഘമായിക്കൊണ്ട് അള്ളാഹിനോട് ദുആയിരുന്നാൽ അതിൽ ഉത്തരം ഉണ്ടാകും. ഒറ്റക്കായിരുന്നാൽ അതിൽ ഉത്തരം കിട്ടാൻ പ്രയാസപ്പെടും. ചിലപ്പം കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. നമ്മൾ ആകുമ്പം കൂട്ടമായി ആകുമ്പം അതിൽ സജ്ജനങ്ങളായ ആളുകളുണ്ടാകും, നല്ല ഔലിയാക്കളുണ്ടാകും. അപ്പോൾ നമുക്ക് ആ ദുആക്ക് ഇജാബത്ത് കിട്ടും, മലക്കളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രത്യേകമായ ഒരു പാഠവുമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു എന്ന് പറഞ്ഞാൽ ആ ആയത്ത് കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു തഫ്സീർ അങ്ങനെ. അപ്പം എന്താ, ഓൻ്റെ കൂടെയുള്ള നസ്തഈൻ ലമീർ ഓൻ്റെ കൂടെ ഓത്തുകാരനും അവൻ്റെ കൂടെയുള്ള ഹഫളത്തിൻ്റെ മലക്ക് ജമാഅത്ത് ഹാജരായവരെന്നാണ്. അല്ലെങ്കിൽ ഔ ലഹു, അല്ലേ എന്താണ് ഇവനിക്ക്, ഈ ഇയ്യാക ഈ ഖാരീനിക്ക് തന്നെയുള്ള നഅ്ബുദിന് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുമ്പോൾ അതിൻ്റെ ലമീർ ഈ ഖാരീനിക്കുള്ളതാണ്. വരിസായിരിൽ മുവഹിദീന, മറ്റുള്ള മുവഹിദീങ്ങളും അള്ളാഹുവിൽ ഒരുവനാണെന്ന് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരും. അപ്പം എന്താ, വരിസായിരിൽ മുവഹിദീന, മുവഹിദീങ്ങളായ അള്ളാഹുവിനെ ഏകത്വം പ്രകടിപ്പിച്ചതായ മറ്റുള്ളവരൊക്കെയാണ് ഈ പറയപ്പെട്ട. എന്നാലും ഒറ്റക്കല്ലല്ലോ, എല്ലാവരും അതിൽ ഉൾപ്പെട്ട്. അപ്പം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള മുവഹിദീങ്ങളായ മുഴുവൻ ആളുകളും ഇവനും ആ കൂട്ടത്തിൽപ്പെട്ടു. ഇങ്ങനെ രണ്ട് അർത്ഥം അതിന് മനസ്സിലാക്കാവുന്ന ലമീർ. എന്നിട്ടോ അദ്റജ്, എന്തിനാ ഇങ്ങനെ പറയുന്നത്?
അഴുബുദു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, അഴുബുദു അസ്തഈൻ പറഞ്ഞാൽ പോരാ. എന്തിനാ മറ്റുള്ളവരെയും കൂടി ഇതിലേക്ക് കൂട്ടിക്കടത്തിയത്? അതിന് വലിയ ഒന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വലിയ തെളിവാണ് അത്. അദ്റജ ഇബാദത്തോ, ഇവൻ്റെ ഇബാദത്തിനെ കൂട്ടിക്കടത്തി പി തളാഇഫ് ഇബാദത്തിയും അവരുടെ ഇബാദത്തിൻ്റെ ഇരട്ടികളിലേക്ക്. അവരുടെ ഇബാദത്ത് മറ്റുള്ള മുവഹിദീങ്ങളുടെ ഇബാദത്ത് അല്ല അഫളത്തിൻ്റെയും സംസ്കാരത്തിൽ ഹാജരായ ജമാഅത്ത് സംസ്കാരത്തിനായവരുടെയും അതിലേക്ക് അവരുടെ ഇബാദത്തിൻ്റെ ഇരട്ടിപ്പിൽ എന്താണ് ഇവൻ്റെ ഇബാദത്തിനെ കടത്തിയതാ. ഇരട്ടി ആൾ തളായിഫായിട്ട് ഇരട്ടികളുണ്ടല്ലോ. അപ്പം അതിലെ ഇബാദത്ത് ഇവൻ്റെ ഇബാദത്തിനെ കടത്തിപ്പോൾ തളായിഫ് ഇബാദത്തി അവരുടെ ഇബാദത്തിൻ്റെ തളായിഫിലേക്ക് ഇരട്ടികളിലേക്ക് കടത്തി. അപ്പം അവരോടുകൂടി ഒന്നായിട്ടുള്ളതായ ഒരു ഇബാദത്ത് അല്ലേ. എന്നിട്ട് ബഹലത്തെ ആരത്ത് എന്നിട്ടോ അങ്ങനെ കടത്തി കൂട്ടി ഇയാക്കാൻ അഴുബുദും എല്ലാവരെയും കൂടി ഒന്നായിട്ട് കൂട്ടിക്കടത്തി തളായിഫിലേക്ക് ഇരട്ടിയിലേക്ക്. ബഹലത്തെ ഹാജത്തോ ഇവൻ്റെ ആവശ്യത്തെ കലർത്തി. ഇവൻ്റെ ആവശ്യം വരുന്നുണ്ടല്ലോ, കലർത്തി ഹാരത്തി അവരാവശ്യത്തോടൊപ്പം ഇയാക്കാൻ അഴുബുദു ഇന്ന തളായിഫാക്കി ഇബാദത്തിന. പിന്നെ മറ്റേതോ നെസ്തായി എന്ന് പറഞ്ഞാൽ ഇവനക്ക് പല ആവശ്യമുണ്ട്. ആവശ്യം ഇവനാവശ്യത്തിലേക്ക് കൂട്ടിക്കടത്തി. ബഹലത്തെ ഹാജത്തോ ഇവൻ്റെ ആവശ്യത്തെ കലർത്തി ബിഹാരത്തിയും അവരുടെ ആവശ്യത്തോട്. ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ. ലഅല്ലഹ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത്? ലഅല്ലഹ അപ്പോൾ എന്താണ്? ലഅല്ലഹ തുക്കുബലു ബർഗത്തിയ ഈ പറയപ്പെട്ട ഇത് ഇങ്ങനെ ജമ്മായിക്കൊണ്ട് കൂട്ടിക്കടത്തി കഴിഞ്ഞാൽ ഇവകൾ ആവാൻ മതി. തുക്കുബലി ബർഗത്തിയ അവകൾ ജാൽ ഈ പറയപ്പെട്ടതായ ഈ ഇബാദത്തും അത് ആവാനും മതി. തുക്കുബലു സ്വീകരിക്കപ്പെടാൻ മതി ബർക്കത്തിഹ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലേ. അപ്പോൾ എന്താ? അപ്പോൾ ഈ മുഹലത്തെ വ്യാജത്തും വ്യാജത്തിൽ അല്ലഹ ഇവകൾ അത് ഇബാദത്തും ആജത്തും തുക്കുബലി ബർഗത്തിയ സ്വീകരിക്കപ്പെടാൻ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ പറ്റും ഈ ബർക്കത്തിയ അവരുടേതായ ബർക്കത്ത് കൊണ്ട്. ഇജാബ് ഇരിഹ അതിലേക്ക് ഉത്തരം ചെയ്യപ്പെടാനും പറ്റും. അവൻ്റെ ആവശ്യങ്ങളിലേക്ക് ഉത്തരം നൽകപ്പെടാനും പറ്റും. അപ്പോൾ ഇലിഹ ലമീർ ഹാജത്തിലേക്ക് ബർക്കത്തിയ ലമീർ ഇബാദത്തിലേക്ക്. അപ്പോൾ അല്ലഹ ഈ പറയപ്പെട്ട ഇവകളൊക്കെ തുക്ബല് അല്ല ഇബാദത്ത് ആവാൻ മതി. തുക്ബല് സ്വീകരിക്കപ്പെടാൻ മതി ബർക്കത്തിയ അവകളുടേതായ ബർക്കത്ത് കൊണ്ട്. ഇജാബു ഉത്തരം നൽകപ്പെടാൻ മതി ഇലിഹ ഈ പറയപ്പെട്ട ആവശ്യങ്ങളിലേക്ക്. അതിന് വേണ്ടിയാണ് അവരുടേതായ സഹായത്തെ അവരിലേക്ക് കൂട്ടിക്കലർത്തുകയും ഇബാദത്തിനെ തളായിഫിനെ അവരിലേക്ക് കടത്തുകയും ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടപ്പെടുന്നതാണ് ഏറ്റവും സാധ്യത. വലിഹാദ ഇതുകൊണ്ടാണ് ശരീഅത്തുൽ ജമാഅത്ത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ജമാഅത്തിന് ഇവിടെ നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ ഇസ്ലാമിൽ ജമാഅത്ത് നിസ്കാരങ്ങൾ ജമാഅത്തിന് നിശ്ചയിക്കപ്പെട്ടു. കൂട്ടമായി കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മൾ കുറച്ച് കുറവ് വന്നാലും മറ്റുള്ളവരുടേതായ അതും കൂടുമ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ വലിഹാദ ശരീഅത്തുൽ ജമാഅത്ത് ഈ കാരണത്തിന് വേണ്ടിയാണ് ജമാഅത്തിനെ ശർആക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഇതിലേക്കൊക്കെ സൂചന നൽകുന്നത്. ഇനി പറയാ നഅ്ബുദു ഇയ്യാക നസ്തഈനു ഇയ്യാക്കാന്ന് മഫൂലിനെ പിന്തിച്ചൂടായിരുന്നോ? ഇയ്യാക്ക ലമീറാണെങ്കിൽ എന്തിനാ മുന്തിച്ച് വേണ്ടി പറഞ്ഞത്? ലമീറിനെ മുന്തിക്കെന്നാണല്ലോ. വഖദ്ദിമില്ലാ ഹസഫി സാരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വഖദ്ദിമമ്മാഷിത ഫി സാരി എന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഇയ്യാക്കൻ എന്തുകൊണ്ടാണ് മുന്തിച്ചത് അല്ലേ? ഈ പറയപ്പെട്ടത് എന്താണ്? വഖുദ്ദിമൽ മഫൂലു മഫൂലിനെ മുന്തിച്ച് ഇയ്യാക എന്നാണ് മഫൂലിനക്ക് മാത്രം മഫൂലിനെ മുന്തിച്ചത് ഈ തഅ്ലീമി ആദരിക്കാൻ വേണ്ടിയാണ്. ഇയ്യാക നഅ്ബുദു പഠിച്ചവനെ നമ്മൾ നിങ്ങൾക്ക് ആരാധിക്കുന്ന പഠിച്ചവനെ അള്ളാഹുവിനെ പ്രത്യേകം ആദരിക്കാൻ വേണ്ടിയാണ്. വൽ ഇത്യാം ബിഹി അതിനെ പ്രത്യേകം ഗൗനിക്കാൻ വേണ്ടിയുമാണ്. എന്താണ് ആ പറയപ്പെട്ട മഫൂലിനെ മുന്തിച്ചതിൽ തഅ്ലീമിനാണ് വൽ ഇത്യാം ബിഹി ആ തഅ്ലീം അതുകൊണ്ട് അതായത് വൽ ഇഹ്തിമാമി ബിഹി ഈ പറയപ്പെട്ട ഇബാദത്തുണ്ടല്ലോ. അപ്പോൾ ബിഹി ലമീർ തഅ്ലീം വൽ ഇഹ്തിമാം ബിഹി ഇതിനെ ഇത്മാ ചെയ്യുക. ഇയ്യാക്കാന്ന് നിനക്ക് അള്ളാഹുവിനെ ഇത്മാ ചെയ്യാൻ വേണ്ടി നിനക്ക് മാത്രം ഇഹ്തിമാം ബിഹി ഈ പറയപ്പെട്ടതായ അള്ളാഹു ഉണ്ടല്ലോ ആ അള്ളാഹുവിനെ ഇഹ്തിമാം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഗൗനിക്കാൻ വേണ്ടിയുമാണ്. പിന്നെ വദ്ദലാലത്തി അലൽ അസ്രി അസ്റിനെ വേണ്ടി അറിയിക്കാൻ വേണ്ടിയാണ്. അസ്ർ നിനക്ക് മാത്രം അസ്റുണ്ടല്ലോ ക്ലിപ്തത അതിന് വേണ്ടിയാണ്. വരിതാരിക്ക ഇതുകൊണ്ടാണ് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് അൻഹുമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇബ്നു അബ്ബാസിന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും റസൂലിനെ അളാപ്പയാൻ രണ്ടുപേരും സഹാബികളാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹുമ എന്ന് പറയാനുള്ള കാരണം
മാനാഹു ഇതിൻ്റെ അർത്ഥം അപ്പം എന്താണ് ഇബ്നു അബ്ബാസ് അള്ളാഹു കൊണ്ട് പറഞ്ഞു ഇതിൻ്റെ അർത്ഥം നഅ്ബുദുക. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്നതിനർത്ഥം നഅ്ബുദുക നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, വലാ നഅ്ബുദു ഗൈറക നിനക്കല്ലാത്ത മറ്റൊരാൾക്കും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഇതാണ് ഹസ്റുള്ളത്. ഇവിടെ നിനക്ക് മാത്രം ആരാധിക്കുന്നു, മറ്റുള്ളവർക്ക് ആരാധിക്കുന്നില്ല. അതാ പിന്നെ തഖ്ദീമിമാവ മുഖദ്ദമുൻ ഫിൽ ജൂദി വതംബീഹി പിന്നെന്തിനു വേണ്ടിയാണ് അപ്പോൾ തഅലീമിന് വേണ്ടിയാണ് ഇതിനെ മുന്തിച്ചതെന്ന് പറഞ്ഞു അല്ലേ. ഇത്തിമാമ് ബിഹിക്കും വദ്ദലാത്തൽ അസൽ അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇയ്യാക്കനെ മുന്തിച്ചത്? തഖ്ദീമി എന്നുള്ള അത്ബാണ് ലി തഅലീമിമേക്ക് എന്താണ് വഖദ്ദിമൽ മഫൂൽ ലി തഅലീമിക്ക് അത്ബാണ് തഖ്ദീമിമ ഒന്നിനെ മുന്തിക്കലും ഉണ്ട്. ഹുവ ആ ഒന്ന് മുഖദ്ദമുൻ ഫിൽ വജൂദി വുജൂദിൽ മുഖദ്ദമാണല്ലോ. വുജൂദിൽ മുന്തിക്കപ്പെട്ട വ്യക്തി ഏതാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് വുജൂദ് അല്ലേ, ആ മുന്തിക്കപ്പെട്ടതാണ്. വുജൂദിൽ മുന്തിക്കപ്പെട്ട ഒന്നിനെ മുന്തിക്കാൻ വേണ്ടിയാണ്. വുജൂദിൽ മുന്തിക്കപ്പെട്ടതിന് അള്ളയാണ്. അള്ളാഹ് എന്ന് പറഞ്ഞതിന് അവനക്ക് എന്താണ്? ഖദീമാണ്. അപ്പോൾ അതിനെ അള്ളാഹ് ഉണ്ടാക്കി നമ്മളൊക്കെ വുജൂദ് പിന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ആ വുജൂദിയത്തിൽ മുഖദ്ദമായ ഒന്നിനെ മുന്തിക്കാൻ വേണ്ടിയും ആകുന്നു. പിന്നെയോ വത്തമ്പി ഉണർത്താൻ വേണ്ടിയുമാണ് അല അന്നൽ ആബിദ ഒരു ഇബാദത്തെടുക്കുന്ന ബക്കതി എമ്പകി അനിവാര്യമാണ് അയ്യക്കോന നളുറുഹു അവൻ്റെ നോട്ടം ആവൽ ഇലൽ മഅബൂദി മഅബൂദിലേക്ക് എന്താണ് അവൻ്റെ നോട്ടം മഅബൂദിലേക്ക് ആരാധിക്കപ്പെടുന്നവനിലേക്ക്. മഅബൂദ് അള്ളയാണല്ലോ, ആബിദ് നമ്മളും മഅബൂദ് അള്ളയാണ്. മഅബൂദിലേക്ക് അവൻ്റെ നോട്ടമാവണം. അവരം വബിദാത്തായിട്ട് ബിദ്ദാത്തായിട്ട് ആദ്യം തന്നെ വേണോ, മെയിനായിട്ട് ആദ്യം തന്നെ അള്ളാഹിലേക്കാണ് നോക്കുക. അള്ളാഹിനെയാണ് നോക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇബാദത്ത് എടുക്കുക. അതാ അപ്പോൾ അവരും വബിദാത്ത മെയിനായിട്ടും ആദ്യമായി മഅബൂദിലേക്ക് ആണ് ആദ്യമായി നോക്കാൻ. മഅബൂദ് അള്ളയാണ്. അപ്പോൾ എന്താണ് അവരം വബിദാത്തായിട്ട് ഈ അവരം വബിദാത്ത് എന്ന് പറയുമ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത് മെയിനായി ആദ്യമായി തന്നെ മഅബൂദിലേക്കാണ് നോട്ടം. അതിന് വേണ്ടിയാണ്. ഒമിന്നു എന്നിട്ടോ അവരും ഇതാത്തായിട്ട് മഅബൂദിലേക്ക് ഇബാദത്തിലേക്ക് വന്ന് അള്ളാഹിലേക്കുള്ള നോട്ടുണ്ടാവുക, ചിന്ത ഉണ്ടാവുക. വമിന്നു അതിൽ കൂടി ഇബാദത്തിലേക്കും പിന്നെ അതിൽ നിന്ന് ഇബാദത്തിലേക്കും വരിക. അതിന് വേണ്ടിയാണ് ഇയ്യാക്കനെ മുന്തിച്ചത്. ലാമിൻ ഹൈതു അന്നഹ അല്ലാതെന്തല്ല ആ പറയപ്പെട്ട ഇബാരത്തുൻ ഒരു ഇബാരത്താണ്. സദറത്ത് അന്നു ആ എന്താണ് അവനത്തോട്ടുണ്ടാകാനുള്ള നോട്ടല്ല. ഓ ഞാൻ വലിയ ഇബാദത്ത് എടുക്കുന്നവനാ എന്നല്ല ഒന്നർത്ഥം ഇല്ല. അല്ലാതെ ലാ മിൻ ഹൈതു അന്നഹ അല്ലാതെ ആ ഇബാദത്താണെന്ന ഭാഗത്തിൽ കൂടിയല്ല. ഇബാരത്തുൻ ആ പറയപ്പെട്ട ഇബാരത്തുൻ ഒരു ഇബാരത്താണ്. സദറത്ത് ആ ഇബാരത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓനത്തൊട്ട് ഓ ഞാൻ അല്ലാഹുവിൽ ഇബാദത്ത് എടുക്കുന്നവനാ എന്നുള്ള ആ ചിന്താഗതി പ്രകാരം അല്ല. ബൽ മിന്നായതു എങ്കിലും മിന്നായതു അന്നഹ നിസ്ബത്തുൻ ഷരീഫത്തുൻ അതിലേക്ക് ചേർക്കപ്പെട്ട ഒരു ബന്ധമാണ്. അന്നാ ഇബാദത്ത് നിസ്ബത്തുൻ അതൊരു ബന്ധമാണ്. ഷരീഫത്തുൻ ശ്രേഷ്ഠമായി അള്ളാഹുവിലേക്ക് എന്താണ് ശ്രേഷ്ഠമായ നിസ്ബിയ അബാത്ത് അള്ളാഹ് ഇബാദത്ത് എടുക്കാനുള്ള ശ്രേഷ്ഠമായ നിസ്ബിയ ഒരു ബന്ധമാണ്. അപ്പോൾ വസ്ലത്തും ബൈന ഒരു ചേർച്ചയുമാണ്. ബൈനവും അള്ളാഹിനെയും ബൈനൽ ഹക്കിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൻ്റെ ഇടയിൽ ഒരു ചേർച്ചയുമാണ് എന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ആദ്യമായി ഇയ്യാക്കനെ മുന്തിച്ചത്. കാരണം ഫൈനൽ ആരിഫ അള്ളാഹുവിനെ വ്യക്തമായി അറിഞ്ഞൊരു വ്യക്തി ഇന്നമാ യഹുക്കു അവനക്ക് കടമപ്പെട്ടത് വസൂലഹു ഇന്നമാ യഹുക്കു വസൂലഹു എന്താണ് അവൻ ഇതസ്തൗറക്ക ഇന്നമാ യഹുക്ക് അവനിക്ക് കടപ്പെട്ടത് വസൂലു അവൻ്റെ ചേർച്ചയാണ്. ഇതസ്തൗറക്ക വസൂലമ ചേരൽ. ഇതസ്തൗറക്ക അവൻ മുഖ്യകപ്പെട്ടാൽ ഫി മുനാഹത്ത് ജനാബിൽ കുലുസി പരിശുദ്ധാത്മാവിൻ്റെ നിരീക്ഷണത്തിൽ പരിശുദ്ധാത്മാവിനെ പരിഗണിക്കുന്നതിൽ മുനാഹെന്ന് പരിഗണിക്കാർത്ഥം വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ഇതാ സ്തൗറക്കാമൻ മുഖ്യകപ്പെട്ടു അവൻ്റാണ് ആണ്ടിറങ്ങി ഫി മുലാഹത്തി ജനാബിൽ കുദിസി പരിശുദ്ധമാക്കപ്പെട്ടവൻ്റെ ഭാഗത്തിനെ എന്താണ് പരിഗണിക്കലിലേക്ക് ഫി മുലാഹത്തി പരിഗണിക്കുന്നതിലേക്ക് ജനാബിൽ കുദിസി എന്തിനെ പരിഗണിക്കുക? പരിശുദ്ധമാക്കപ്പെട്ടവൻ്റെ ഭാഗത്തെ പരിഗണിക്കുന്നതിൽ അവൻ ആണ്ടിറങ്ങിയതിനാൽ അവൻ്റെ വസൂരി യഥാർത്ഥമാവുകയും ചെയ്ത് വാബ അപ്രത്യക്ഷമായി മമ്മ അതാവും അതല്ലാത്ത എല്ലാത്തിനും അപ്രത്യക്ഷമായി പിന്നെ അള്ളാഹ് എന്നുള്ള ഒരു വിചാരം മാത്രമേ അവൻ്റെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. അത്താ ഏതുവരെ അന്നഹു ലാ യുലാഹിദു നഫ്സഹു ഓൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ അവൻ പരിഗണിക്കുന്നില്ല. അവൻ്റെ സ്വന്തം ശരീരത്തെ പോലും പരിഗണിക്കുന്നില്ല. വലാ ഹാരമ്മിൻ അഹ്വാലിഹ ആ ശരീരത്തിൻ്റെ അവസ്ഥയും പരിഗണിക്കുന്നില്ല. ഏത് വിഷമഘട്ടത്തിലും നിസ്കാരം തന്നെ ഇബാദത്ത് തന്നെ അള്ളയാ മുന്നിലുള്ള ചിന്താഗതി മാത്രം ഈ നിരക്ക്. ഇല്ലാ മിൻ ഹൈതു അന്നഹ ഏത് ഇല്ലാ മിൻ ഹൈതു എങ്കിലും മിൻ ഹൈതു അന്നഹ ആ പറയപ്പെട്ടതായ ശരീരം ഇല്ല മുരാഹിദത്തുൻ ലഹു അവൻ അതിനെ പരിഗണിക്കുന്നുണ്ട്. പരിഗണിക്കുന്നു മുരാഹിത്തുൻ അവൻ ഇല്ല
എങ്കിലും മിൻ ആയത്തു അന്നഹ ശരീരങ്ങൾ മുലാഹിദത്തുൻ ലഹു അള്ളാഹ്ക്ക് വേണ്ടിയാണ് അതിനെന്തിക്കുന്നത് പരിഗണിക്കുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് അവൻ അവൻ്റെ ശരീരത്തെ പരിഗണിക്കുന്നത്. അപ്പോൾ സുജൂദ് ചെയ്യാൻ കാലിന് മുട്ടിന് വേദനയുണ്ടെങ്കിലും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അള്ളാഹ് പണി സുജൂദ് ചെയ്യുക. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി അവൻ്റെ ശരീരത്തെ പരിഗണിപ്പിക്കുക. അതാ ഇല്ല എങ്കിലും മിൻ ആയതു അന്നഹ ആ ശരീരങ്ങൾ ആ ഭാഗത്തിൽ കൂടി മുലാഹിലത്തുൻ അവൻ അതിനെ പരിഗണിക്കുന്നവനാണ്. മുലാഹിലത്തുൻ പരിഗണിക്കുന്നവനാണ് ലഹു അള്ളാഹ്ക്ക് വേണ്ടി. അപ്പോൾ മുൻസിനെ അവനിലേക്ക് ചേർക്കുന്നവനുമാണ് അള്ളാഹിലേക്ക് അർപ്പിക്കുക, അള്ളാഹിലേക്ക് ചേർക്കുക. ഈ ഒരു നിലക്കഭാരത്തിൽ ഉണ്ടായതിന് വേണ്ടി ഇയ്യാക്കെ ആദ്യമായി മുന്തിച്ചത്. വലുതാരിക്ക ഇതുകൊണ്ടാണ് ഫളീല ഈ പറയപ്പെട്ടൊരു കാര്യം കൊണ്ടാണ് എന്താണ് ഫളീല ഈ ഒരു ഉദാഹരണം പറയും. ഈ ഒരു പരിഗണന ഉള്ളത് കൊണ്ടാണ് എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക, സ്വന്തം ശരീരത്തെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റുക. ഈ ഒരു പരിഗണന ഉള്ളത് കൊണ്ടാണ് വലുതാരിക്ക ഫളീല ശ്രേഷ്ഠമായത് മാ ഹഖല്ലാഹു അള്ളാഹ് ചെയ്ത ഒന്ന്. എന്താ അള്ളാഹ് ചെയ്തത്? ആരെപ്പറ്റി? നബീബിഹി അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിനെ പറ്റി. ഹൈതു ഖാല ബഹുമാനപ്പെട്ടത് ഹബീബ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നമുക്ക് അപ്പം വലുതാരിക്ക അതിന് വേണ്ടിയാണ് വലുതാരിക്ക ഇക്കാരണത്തിന് വേണ്ടി അതായത് സ്വന്തം ശരീരത്തെ അള്ളാഹുവിൽ പൂർണ്ണമായും അർപ്പിച്ചതിന് കാരണത്തിന് വേണ്ടി ഫളില ശ്രേഷ്ഠമായി മാ ഹഖല്ലാഹു അള്ളാഹ് ഇക്കാര്യം ചെയ്ത ഒന്ന്. എന്തിനേക്കാൾ ഇൻഷാല്ലാഹ് പറയുന്നുണ്ട് അൻ ഹബീബിഹി തൻ്റെ ഹബീബിനെ തൊട്ട് ഹൈതുക്കാർ ഹബീബ് പറഞ്ഞപ്പോൾ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഗുഹയിൽ നിന്ന് എന്താണ് ബഹുമാനപ്പെട്ട അബൂഹുദ്ദിഖല്ലാഹുവിനു എന്താണ് ശത്രുക്കളുടെ കാൽപാദം കണ്ടപ്പോൾ മേൽ നോക്കിയപ്പം റസൂലുള്ളാഹിനോട് പറഞ്ഞു അവർ നമ്മളെ കാണൂലേ. അപ്പോൾ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ അബൂഹുദ്ദിഖല്ലാഹു റസൂലുള്ള പറഞ്ഞു ഖുർആനിൽ അല്ലാഹ് പറഞ്ഞാണല്ലോ ലാ തഹ്സൻ നീ മുഷിപ്പാവേണ്ടതില്ല ഇന്നല്ലാഹ മഅനാ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നല്ലാഹ മഅനാ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ അപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളവരാണ്. അപ്പോൾ അള്ളാഹ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ ഇപ്പോൾ അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഈ വചനം ഏറ്റവും ശ്രേഷ്ഠമായി അരാമാ ഹക്കാവു എന്താണ് അള്ളാഹുത്തെ ഇക്കാഴ്ച ഒന്നിനേക്കാൾ ആരെ തൊട്ട് അൻ കരീമിഹി അള്ളാഹുവിൻ്റെ കരീമായ മൂസാ നബിയെ തൊട്ട് അയത്തുകാര ബഹുമാനപ്പെട്ട മൂസാ നബി പറഞ്ഞു ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എന്ന് ഖുർആനിലുണ്ടല്ലോ. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയഹ്ദീൻ റബ്ബ് പിന്നീട് അവനെ സന്മാർഗത്തിലാക്കുമെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഏറ്റവും കൂടുതലാണ് ഇലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞതായ ആ ആയത്തിനെയാണ് ഏറ്റവും ശ്രേഷ്ഠ നൽകിയത്. ഇന്ന മഇയ റബ്ബി ആടെന്താണ് ഇന്നല്ലാഹ മഅനാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ ആടെന്താ എൻ്റെ റബ്ബി എൻ്റെ കൂടെ ഉണ്ട് സയഹ്ദീൻ എന്ന് പറഞ്ഞ ആയത്തിനേക്കാൾ അള്ളാഹ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ അപ്പം ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ എന്താ ഇന്ന മഇയ നിശ്ചയം എൻ്റെ കൊണ്ട് റബ്ബി എൻ്റെ റബ്ബ് സയഹ്ദീൻ സമാധാനത്തിലാക്കൂ. ആടപ്പം എന്ത് ചെയ്തത് ഈ പറയപ്പെട്ട എന്താണ് ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞതും ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ പറഞ്ഞതുമായിട്ട് ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായത്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ചവരാന്നുള്ളത് ഏറ്റവും പുതുമ രീതി ആ ഒന്നാമത്തിൽ വരുന്നുണ്ട്. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നല്ല പറഞ്ഞത്. ഇപ്പം 2 പ്രാവശ്യം ഇയ്യാക്കയെ ആവർത്തിച്ചു. എന്തിനു വേണ്ടി? അവ കുർദിറ ലമീറു ഈ ലമീറിനെ ആവർത്തിക്കപ്പെട്ടു. ലമീറിനെ ആവർത്തിക്കപ്പെട്ടു ഈ തൻസീസി നസ്സാക്കാൻ വേണ്ടിയാണ്. ഇയ്യാക നിനക്ക് മാത്രം അല അന്നഹുൽ മുസ്തആൻ എന്തിനു വേണ്ടി? അല അന്നഹുൽ മുസ്തആനു ബിഹി എന്താണ് സഹായം അഭ്യർത്ഥിക്കപ്പെടേണ്ടവൻ അള്ളാഹ് മാത്രമാണ് തൻസീസാക്കാൻ. വേറെ ആരും ഇബാദത്തെടുക്കപ്പെടാനോ സഹായം അർത്ഥിക്കപ്പെടാനോ ഇല്ല. അപ്പോൾ എന്താ തൻസീസിന് വേണ്ടി ലമീൻ ആവർത്തിക്കപ്പെട്ടു. തൻസീസിൽ അന്നഹുൽ മുസ്തആനു ബിഹി ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ പറഞ്ഞാൽ മതിയായിരുന്നു. വ ഇയ്യാക രണ്ടാമതും ഇയ്യാക്കനെ എടുത്തു പറഞ്ഞത് ആ സഹായം അർപ്പിക്കപ്പെടാൻ അർഹനാവൻ അള്ളാഹ് മാത്രമാണ് നസ്സാക്കാൻ വേണ്ടി തൻസീസിൻ തനിപ്പിക്കാൻ വേണ്ടി. അല അന്നഹു അള്ളാഹ് അൽ മുസ്തആനു ബിഹി സഹായം ചെയ്യപ്പെടുന്നവരിൽ ഏറ്റവും അർഹനായവന് ലാ ഗൈറു മറ്റൊരാളില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് ആവർത്തിച്ചത്. ഇനി മറ്റൊരു വിഷയമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആണ് ഇയ്യാക നസ്തഈനു വ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനു വേണ്ടിയാണ് നഅ്ബുദുവിന് ആദ്യം പറഞ്ഞ് നസ്തഈന് പിന്നീടും പറഞ്ഞത്? വ ഖുദ്ദിമത്തുൽ ഇബാദത്തു ഇവിടെ ഇബാദത്തിനെ മുന്തിക്കപ്പെട്ടു. ആദ്യം ഇബാദത്തിന് കാരണമാണ് ഖുർആനിൽ പറഞ്ഞത്. അൽ ഇസ്യാനത്തി എന്നതിനേക്കാൾ ഇസ്യാനത്തിനേക്കാൾ അതിനെ മുന്തിക്കപ്പെട്ടത്. അതിൽ യതവാഫക റൂസൽ ആയത്തിൻ്റെ തലകളോട് യോജിക്കാൻ വേണ്ടിയാണ്. ആയത്തിങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
ഇങ്ങനെ നൂൻ വെച്ച് ഇങ്ങനെ വരിക. അപ്പോൾ തല പോലെ വരാൻ വേണ്ടിയാണ്. അപ്പം നഅ്ബുദു എന്ന് ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു എന്നാകുമ്പം ആദ്യത്തിനോട് യോജിക്കാതെ വരും, അത് ആയത്തിൻ്റെ പ്രാസ ഒക്കാതെ വരും. അതിന് വേണ്ടിയാണ് നസ്തഈനെ പിന്തിച്ചത്. ഭാരതത്തിന് മുന്തിക്കപ്പെട്ടു, ഇസ്ലാമിനേക്കാൾ യതവാഫഖ റൂസലായി ആയത്തിൻ്റെ തല യോജിക്കാൻ വേണ്ടി. ഇതാ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ആയത്തിൻ്റെ ഓരോ തലയും യോജിപ്പിക്കാൻ വേണ്ടി. ഇയ്യാക നഅ്ബുദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ അൽഹംദു അനിൽ ദമ്മാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അപ്പോൾ അൽഹംദു എന്ന് പറഞ്ഞതായ ആ ഹംദുവിനോട് യോജിക്കാൻ വേണ്ടിയാണ് ആ ബിസ്മില്ലാഹി എന്ന് പറയുമ്പം ഇയ്യാക നഅ്ബുദു വെച്ചത്. അതിനുവേണ്ടി ആയത്തിൻ്റെ തലകൾ യോജിക്കാൻ വേണ്ടി. റൂസൻ തലകൾ അത് ആദ്യം പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ വേണ്ടിയാണ്. വയുലമ പിന്നെന്തിനു വേണ്ടിയാണ് യോലം അറിയപ്പെടാൻ വേണ്ടി മിന്നു ഇതിൽ നിന്ന് അറിയപ്പെടാൻ അന്ന തഖ്ദീമൽ വസീലത്തി വസീലയെ മുന്തിക്കൽ അല്ല താലിബിൽ അതിൻ്റെ ആവശ്യം തേടുന്നതിനേക്കാൾ ആദ്യമായി എന്ത് ചെയ്യുക, ഒരു വസീല അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഇബാദത്തെടുത്ത് പഠിച്ചോൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് ഇബാദത്തെടുത്തിട്ട് പിന്നെ പഠിച്ചോനോട് സഹായത്തെ തേടുക. അങ്ങനെയാണല്ലോ ഒരാൾക്ക് ഹദിയ കൊടുത്തിട്ട് അന്യ സാധിച്ചെന്ന് പറയുന്ന രീതിയിൽ. അപ്പം അന്ന തഖ്ദീമൽ വസീലത്തി വസീലെ ഒരു ഇടയാളനെ മുന്തിക്കൽ, വസീലെ വഴിയെ മുന്തിക്കൽ, ഇടയാളനെ മുന്തിക്കൽ അലാ തലബി നേരത്തെ ആവശ്യത്തിനെ തേടുന്നതിനേക്കാൾ ആദ്യമായിട്ട് അതിൻ്റെ വസീലയെ വഴിയെ മുന്തിക്കൽ അത് ഇലൽ ഇജാബത്തി ഉത്തരം കിട്ടലിലേക്ക് ഏറ്റവും വിളിച്ചു വരുത്തുന്ന കാര്യവുമാണ്, ഏറ്റവും ഉചിതമായ കാര്യവുമാണ്. അത് ഇജാബത്തിലേക്ക് ഏറ്റവും അദ്ആയാണ് ഏറ്റവും വിളിച്ചു വരുത്തുന്ന കാര്യവുമാണ്. അതുകൊണ്ടാകുന്നു ഇങ്ങനെ മുന്തിച്ചത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠത്തിന് വളരെയധികം പ്രതിപാദിച്ചത്. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് നുകർന്നുകൊടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.